ഇന്ന് നമുക്ക് നീർദോശ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് നല്ല പ്രാക്ടീസ് വേണം. എന്നാൽ മാത്രമേ ഈ ദോശ നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിട്ട് വരില്ല. അത് കഴിഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്കും മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് റൈസ് എടുക്കുക. ഇഡ്ഡലി റൈസ് തന്നെ വേണമെന്നില്ല, ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. ഇനി 1 കപ്പ് പച്ചരി ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഈ റൈസ് നന്നായിട്ട് കുതിർത്തിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ മാത്രമേ റൈസ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടുള്ളൂ. 1 കപ്പ് പച്ചരി എടുക്കുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ വേണം. ഈ തേങ്ങയും ഈ പച്ചരിയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ബാറ്ററിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഇതിൻ്റെ ബാറ്റർ നല്ല പാലും വെള്ളം പോലെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കണ ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പിലാണ് നിങ്ങൾ 1 കപ്പ് റൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർക്കണം. ഇത് നല്ല വെള്ളം പോലെ ഇരിക്കണം, എന്നാൽ മാത്രമേ ദോശ നല്ല കനം കുറച്ചിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ നീർദോശയാക്കാന്ന്. ഈ മിക്സിയുടെ ജാറിലേക്ക് റൈസ് ചേർക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഈ റൈസിൻ്റെ മുകളിൽ നിൽക്കണം വെള്ളം. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലാണ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സെയിം കപ്പിൽ തന്നെ ഞാൻ 3/4 കപ്പ് വെള്ളമാണ് ഈ റൈസ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ റൈസ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ തേങ്ങയും റൈസും കൂടിയിട്ട് ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. ഞാൻ റൈസ് എടുത്തേക്കണ സെയിം കപ്പിൽ തന്നെയാണ് 2 കപ്പ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ടോട്ടൽ 2.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 3/4 കപ്പ് വെള്ളം ഈ റൈസ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്തു. ഈ രണ്ടാമത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത് കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് റൈസിന് 2.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നീർദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമാണ്. അപ്പോൾ ഇത് വെള്ളം കൊണ്ടുള്ള ദോശ എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് ഇത്രയ്ക്കധികം വെള്ളം ചേർക്കണത്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെയും ഈ ദോശയിൽ വളരെ കുറച്ച് മതിയാവും. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഇതേപോലെ നമ്മൾ അരച്ചെടുത്ത വഴിക്ക് തന്നെ ഈ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. ഇതേപോലത്തെ കുറച്ച് കുഴിയായിട്ടുള്ള പാനാണ് ഈ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കണ പാനൊക്കെ ആകുമ്പോൾ അതിനൊട്ടും കുഴി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ മൊത്തം പരന്നിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ബാറ്ററി ഒഴിക്കുമ്പോൾ ഈ ബാറ്ററി വെള്ളം പോലെ ഇരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ശരിക്കും കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. ഇതേപോലത്തെ കുഴിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനായിരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ കാസ്റ്റ് അയണിൻ്റെ ഇരുമ്പിൻ്റെ നല്ല കട്ടിയുള്ള ചട്ടിയൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയൊക്കെ ആണെങ്കിൽ അത് അടിയിൽ പിടിക്കാണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ പാൻ നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായിട്ട് മാത്രമേ ഇതിലേക്ക് മാവ് ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ദോശയുടെ ഉള്ളിൽ നിറച്ചും ഹോൾസ് വരില്ല. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാവണം ഏറ്റവും ആദ്യം നിങ്ങൾ ഈ പാനിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നോക്കുക ഇത് ചൂടായിട്ടുണ്ടോയെന്ന്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോന്നും എടുത്ത് വെക്കുമ്പോൾ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഓരോന്ന് വെക്കരുത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വേണം എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവാണ്ട് ഇതിലേക്ക് നിങ്ങൾ ബാറ്റർ ഒഴിക്കരുത്. പിന്നെ ബാറ്റർ ഓരോ പ്രാവശ്യം നിങ്ങൾ ഒഴിക്കുമ്പോഴും ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയായിട്ട് വരില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അത് പിന്നെ നിറച്ചും ഹോളായിട്ട് വരും. കാരണം ആദ്യത്തെ ഇടുമ്പോൾ പാനൊന്ന് മയങ്ങി വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സമയം എടുക്കാം. അപ്പോൾ ആദ്യത്തെ ദോശ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിട്ട് വരില്ല. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിക്കുക. അതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇത് മൂടി വയ്ക്കാം. തീ നന്നായിട്ട് കൂട്ടി തന്നെ വെച്ചിട്ട് വേണം മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു മിനിറ്റ് നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇത് ഇതേപോലത്തെ ഒരു തവ വെച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചെടുക്കും. ഇതിങ്ങനെ പെട്ടെന്ന് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് വിട്ടുവരും. തീ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് ഞാനിങ്ങനെ കൈ കൊണ്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാറ്. ആദ്യം ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക.
ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇത് ലാസ്റ്റ് ദോശയാണത്. ഉണ്ടാക്കുമ്പോൾ മൂടി വെക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ് ഞാനിവിടെ മൂടി വെക്കാണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ മൂടി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ മൂടി വെച്ചിട്ട് എടുക്കുമ്പോഴായിരിക്കും അത് നല്ല സോഫ്റ്റായിട്ട് വരാം. ഇപ്പോൾ നീർദോശ റെഡി ആയിട്ടുണ്ട്. അത് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക ഈ ദോശ. ഇതിങ്ങനെ പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രം ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വെച്ചാൽ മതി. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നീർദോശ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടി കഴിക്കാം. അപ്പോഴായിരിക്കും അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലപ്പമൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും. അത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത് നിങ്ങൾ ചുട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോന്നിൻ്റെ മുകളിലായിട്ട് വെക്കരുത്. പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രം ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ചിലപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറി നല്ലതാണ്. പിന്നെ അല്ലെങ്കിൽ തക്കാളി ഫ്രൈ നല്ലതാണ്. തക്കാളി ഫ്രൈയുടെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മിയ കിച്ചൺ ടൊമാറ്റോ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. അല്ലെങ്കിൽ മുട്ടക്കറിയും കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ തേങ്ങാ ചട്നിയും കൂട്ടിയിട്ടും കഴിക്കാം. തേങ്ങാ ചട്നി ഞാൻ ചുവന്ന തേങ്ങ ചട്നിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വെള്ള തേങ്ങ ചട്നിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും യൂട്യൂബിലുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മിയ കിച്ചൺ ചട്നി എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പികൾ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും.